ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إلا الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون. ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ വേദക്കാരുമായി സംവാദത്തിലേർപ്പെടരുത്, അവരിലെ അതിക്രമികളോടൊഴികെ. നിങ്ങൾ പറയൂ, ഞങ്ങൾക്ക് ഇറക്കിത്തന്നതിലും നിങ്ങൾക്ക് ഇറക്കിത്തന്നതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നുതന്നെ. ഞങ്ങൾ അവനെ മാത്രം അനുസരിക്കുന്നവരാണ്. وَكَذَلِكَ أَنزَلْنَا إِلَيْكَ الْكِتَابَ فَالَّذِينَ آتَيْنَاهُمُ الْكِتَابَ يُؤْمِنُونَ بِهِ وَمِنْ هَؤُلَاءِ مَن يُؤْمِنُ بِهِ وَمَا يَجْحَدُ بِآيَاتِنَا إِلَّا الْكَافِرُونَ. അവ്വിധം നിനക്ക് നാം വേദപുസ്തകം ഇറക്കിത്തന്നിരിക്കുന്നു. നാം നേരത്തെ വേദം നൽകിയവർ ഇതിൽ വിശ്വസിക്കുന്നവരാണ്. ഇക്കൂട്ടരിലും ഇതിൽ വിശ്വസിക്കുന്ന ചിലരുണ്ട്. സത്യനിഷേധികളല്ലാതെ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയില്ല. وَمَا كُنْتَ تَتْلُو مِنْ قَبْلِهِ مِنْ كِتَابٍ وَلَا تَخُطُّهُ بِيَمِينِكَ إِذًا لَارْتَابَ الْمُبْطِلُونَ. ഇതിനു മുമ്പ് നീ ഒരൊറ്റ പുസ്തകവും പാരായണം ചെയ്തിട്ടില്ല. നിന്റെ വലതു കൈകൊണ്ട് നീ അതെഴുതിയിട്ടുമില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. ബൽ ഹുവ ആയാതുൻ ബൈനാതുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലൽ ളാലിമൂൻ. യഥാർത്ഥത്തിൽ ജ്ഞാനം വന്നെത്തിയവരുടെ ഹൃദയങ്ങളിൽ ഇത് സുവ്യക്തമായ വചനങ്ങൾ തന്നെയാണ്. അക്രമികളല്ലാതെ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയില്ല. വഖാലൂ ലൗലാ ഉൻസില അലൈഹി ആയാതും മിർ റബ്ബിഹി ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹി വഇന്നമാ അന നദീറും മുബീൻ. അവർ ചോദിക്കുന്നു, ഇയാൾക്ക് ഇയാളുടെ നാഥനിൽ നിന്ന് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഇറക്കിക്കൊടുക്കാത്തതെന്ത്? പറയുക, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. ഞാനോ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രം. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. നാം നിനക്ക് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നു എന്നതുപോലെ അവർക്ക് തെളിവായി അതവരെ ഓതിക്കേൾപ്പിക്കുന്നുമുണ്ട്. സംശയമില്ല, വിശ്വസിക്കുന്ന ജനത്തിന് അതിൽ ധാരാളം അനുഗ്രഹമുണ്ട്, മതിയായ ഉദ്ബോധനവും. ഖുൽ കഫാ ബില്ലാഹി ബൈനി വബൈനകും ഷഹീദാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് വല്ലദീന ആമനൂ ബിൽ ബാതിലി വകഫറൂ ബില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ അറിയുന്നു. എന്നാൽ ഓർക്കുക, അസത്യത്തിൽ വിശ്വസിക്കുകയും അല്ലാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് പരാജിതർ. വയസ്തഅ്ജിലൂനക ബിൽഅദാബ് വലൗലാ അജലുൻ മുസമ്മൻ ലജാഅഹുമുൽ അദാബു വലയഅതിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അവർ നിന്നോട് ശിക്ഷയ്ക്കായി ധൃതി കൂട്ടുന്നു. കൃത്യമായ കാലാവധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ശിക്ഷ അവർക്ക് ഇതിനകം വന്നെത്തിയിട്ടുണ്ടാകുമായിരുന്നു. അവരറിയാതെ
പെട്ടെന്ന് അതവരിൽ വന്നെത്തുക തന്നെ ചെയ്യും. يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين. ശിക്ഷയ്ക്കായി അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. സംശയം വേണ്ട, നരകം സത്യനിഷേധികളെ വലയം ചെയ്തു നിൽപ്പുണ്ട്. يوم يغشاهم العذاب من فوقهم ومن تحت أرجلهم ويقول ذوقوا ما كنتم تعملون. മുകളിൽ നിന്നും കാലുകൾക്കടിയിൽ നിന്നും ശിക്ഷ അവരെ പൊതിയുന്ന ദിനം. അന്ന് അവരോട് പറയും, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലം അനുഭവിച്ചുകൊള്ളുക. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. സത്യവിശ്വാസം സ്വീകരിച്ച എന്റെ ദാസന്മാരെ, എന്റെ ഭൂമി വിശാലമാണ്, അതിനാൽ നിങ്ങൾ എനിക്കു മാത്രം വഴിപ്പെടുക. كل نفس ذائقة الموت ثم إلينا ترجعون. എല്ലാവരും മരണത്തിന്റെ രുചി അറിയും, പിന്നെ നിങ്ങളെയൊക്കെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നാം സ്വർഗത്തിൽ സമുന്നത സൗധങ്ങൾ ഒരുക്കിവച്ചിരിക്കുന്നു. അതിന്റെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. നന്നായി പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം വളരെ വിശിഷ്ടം തന്നെ. الذين صبروا وعلى ربهم يتوكلون. ക്ഷമ പാലിക്കുന്നവരാണവർ, തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുന്നവരും. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. എത്രയെത്ര ജീവികളുണ്ട്, അവയൊന്നും തങ്ങളുടെ അന്നം ചുമന്നല്ല നടക്കുന്നത്. അല്ലാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ആഹാരം നൽകുന്നത്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ لَيَقُولُنَّ اللَّهُ فَأَنَّى يُؤْفَكُونَ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തി തന്നതും ആരെന്ന് നീ ചോദിച്ചാൽ ഉറപ്പായും അവർ പറയും, അല്ലാഹുവാണെന്ന്. എന്നിട്ടും എങ്ങനെയാണ് അവർക്ക് വ്യതിയാനം സംഭവിക്കുന്നത്? അല്ലാഹു യബ്സുതു الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. അല്ലാഹു തന്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് ഉപജീവനത്തിൽ വിശാലത വരുത്തുന്നു, അവനിച്ഛിക്കുന്നവർക്ക് അതിൽ ഇടുക്കവും വരുത്തുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ്. وَلَئِن سَأَلْتَهُم مَّن نَّزَّلَ مِنَ السَّمَاءِ مَاءً فَأَحْيَا بِهِ الْأَرْضَ مِن بَعْدِ مَوْتِهَا لَيَقُولُنَّ اللَّهُ قُلِ الْحَمْدُ لِلَّهِ بَلْ أَكْثَرُهُمْ لَا يَعْقِلُونَ. മാനത്തുനിന്ന് വെള്ളം വീഴ്ത്തുന്നതും അതുവഴി ഭൂമിയെ അതിന്റെ നിർജീവതയ്ക്കു ശേഷം ജീവസുറ്റതാക്കുന്നതും ആരെന്ന് നീ ചോദിച്ചാൽ അവർ പറയും, അല്ലാഹുവാണെന്ന്. പറയുക, സർവസ്തുതിയും അല്ലാഹുവിനാണ്. എന്നാൽ അവരിലേറെ പേരും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. وما هذه الحياة الدنيا إلا لهو ولعب
وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. ഈ ഇഹലോക ജീവിതം കളിയും ഉല്ലാസവുമല്ലാതൊന്നുമല്ല. പരലോക ഭവനം തന്നെയാണ് യഥാർത്ഥ ജീവിതം, അവർ കാര്യം മനസ്സിലാക്കുന്നവരെങ്കിൽ. فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون. എന്നാൽ അവർ കപ്പലിൽ കയറിയാൽ തങ്ങളുടെ വണക്കവും വഴക്കവുമൊക്കെ ആത്മാർത്ഥമായും അല്ലാഹുവിനു മാത്രമാക്കി അവനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവൻ അവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചാലോ അവരതാ അവന് പങ്കാളികളെ സങ്കൽപ്പിക്കുന്നു. ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون. അങ്ങനെ നാം അവർക്ക് നൽകിയതിനോട് അവർ നന്ദികേട് കാണിക്കുന്നു, ആസക്തിയിലാണ്ടുപോകുന്നു. എന്നാൽ അടുത്തുതന്നെ അവർ എല്ലാം അറിഞ്ഞുകൊള്ളും. أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم أفبالباطل يؤمنون وبنعمة الله يكفرون. അവർ കാണുന്നില്ലേ നാം നിർഭയമായ ഒരാദരണീയ സ്ഥലം ഏർപ്പെടുത്തിയത്? അവരുടെ ചുറ്റുവട്ടത്തുനിന്ന് ആളുകൾ റാഞ്ചിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണിത്. എന്നിട്ടും അസത്യത്തിൽ അവർ വിശ്വസിക്കുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുകയും. ومن أظلم ممن افترى على الله كذبا أو كذب بالحق لما جاءه أليس في جهنم مثوى للكافرين. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിയുണ്ടാക്കുകയും സത്യം വന്നെത്തിയപ്പോൾ അതിനെ കള്ളമാക്കി തള്ളുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? ഇത്തരം സത്യനിഷേധികളുടെ വാസസ്ഥലം നരകം തന്നെയല്ലയോ? والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. നമ്മുടെ കാര്യത്തിൽ സമരം ചെയ്യുന്നവരെ നാം നമ്മുടെ വഴികളിലൂടെ നയിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. അല്ലാഹു സച്ചരിതരോടൊപ്പം. അധ്യായം 30. അർ-റൂം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 60. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം. അലിഫ് ലാം മീം. റോമക്കാർ പരാജിതരായിരിക്കുന്നു. ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. അടുത്ത നാട്ടിലാണിതുണ്ടായത്. തങ്ങളുടെ പരാജയത്തിന് ശേഷം അവർ വിജയം വരിക്കും. ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ. ഏതാനും കൊല്ലങ്ങൾക്കകം ഇതുണ്ടാകും. മുമ്പും പിമ്പും കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. അന്ന് സത്യവിശ്വാസികൾ സന്തോഷിക്കും. ബിനസ്രില്ലാഹ് യൻസുറു മൻ യശാഉ വഹുവൽ അസീസുർ റഹീം. അല്ലാഹുവിന്റെ സഹായത്താലാണിതുണ്ടാവുക. അവൻ ഇച്ഛിക്കുന്നവരെ അവൻ സഹായിക്കുന്നു. അവൻ പ്രതാപിയും പരമദയാലുവുമാണ്. വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. അല്ലാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. പക്ഷേ
മനുഷ്യരിലേറെ പേരും ഇതറിയുന്നില്ല. يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. ഐഹിക ജീവിതത്തിന്റെ ബാഹ്യവശമേ അവരറിയുന്നുള്ളൂ. പരലോകത്തെപ്പറ്റി അവർ തീർത്തും അശ്രദ്ധരാണ്. أولم يتفكروا في أنفسهم ما خلق الله السماوات والأرض وما بينهما إلا بالحق وأجل مسمى وإن كثيرا من الناس بلقاء ربهم لكافرون. സ്വന്തത്തെ സംബന്ധിച്ച് അവർ ചിന്തിച്ചിട്ടില്ലേ? ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും ശരിയായ ക്രമപ്രകാരവും കൃത്യമായ അവധി നിശ്ചയിച്ചുമല്ലാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരിലേറെ പേരും തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുമെന്നതിനെ തള്ളിപ്പറയുന്നവരാണ്. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أشد منهم قوة وأثاروا الأرض وعمروها أكثر مما عمروها وجاءتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അങ്ങനെ അവർക്കു മുമ്പുള്ളവരുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുന്നില്ലേ? അവർ ഇവരെക്കാളേറെ കരുത്തരായിരുന്നു. അവർ ഭൂമിയെ നന്നായി കിളച്ചുമറിച്ചിരുന്നു. ഇവരതിനെ വാസയോഗ്യമാക്കിയതിനേക്കാൾ പാർക്കാൻ പറ്റുന്നതാക്കുകയും ചെയ്തിരുന്നു. അവർക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരെ സമീപിച്ചു. അല്ലാഹു അവരോട് അക്രമം കാണിക്കുകയായിരുന്നില്ല, മറിച്ച് അവർ തങ്ങളോടു തന്നെ അക്രമം കാട്ടുകയായിരുന്നു. ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله وكانوا بها يستهزئون. പിന്നീട് തിന്മ ചെയ്തവരുടെ അന്ത്യം അങ്ങേയറ്റം ദുരന്തപൂർണമായിരുന്നു. അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞതിനാലാണിത്, അവയെ അവഹേളിച്ചതിനാലും. അല്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു സുമ്മ ഇലൈഹി തുർജഊൻ. സൃഷ്ടി ആരംഭിക്കുന്നത് അല്ലാഹുവാണ്, പിന്നീട് അവനത് ആവർത്തിക്കുന്നു. അവസാനം നിങ്ങളെല്ലാം അവങ്കിലേക്കു തന്നെ മടക്കപ്പെടും. وَيَوْمَ تَقُومُ السَّاعَةُ يُبْلِسُ الْمُجْرِمُونَ. അന്ത്യസമയം വന്നെത്തും നാളിൽ കുറ്റവാളികൾ പറ്റേ നിരാശരായിത്തീരും. وَلَمْ يَكُنْ لَهُم مِّن شُرَكَائِهِمْ شُفَعَاءُ وَكَانُوا بِشُرَكَائِهِمْ كَافِرِينَ. അവർ അല്ലാഹുവിന് കൽപ്പിച്ചു വെച്ച പങ്കാളികളിൽ അവർക്ക് ശുപാർശകരായി ആരുമുണ്ടാവില്ല. അവരുടെ പങ്കാളികളെ തന്നെ അവർ തള്ളിപ്പറയുന്നവരായിത്തീരും. وَيَوْمَ تَقُومُ السَّاعَةُ يَوْمَئِذٍ يَتَفَرَّقُونَ. അന്ത്യസമയം വന്നെത്തും നാളിൽ അവർ പല വിഭാഗങ്ങളായി പിരിയും. فَأَمَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَهُمْ فِي رَوْضَةٍ يُحْبَرُونَ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ പൂന്തോപ്പിൽ
ആനന്ദപുളകിതരായിരിക്കും. وَأَمَّا الَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا وَلِقَاءِ الْآخِرَةِ فَأُولَئِكَ فِي الْعَذَابِ مُحْضَرُونَ. എന്നാൽ സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെയും പരലോകത്തിലെ നാമുമായുള്ള സംഗമത്തെയും തള്ളിപ്പറയുകയും ചെയ്തവർ നോവേറിയ ശിക്ഷയ്ക്കായി ഹാജരാക്കപ്പെടും. فسبحان الله حين تمسون وحين تصبحون. അതിനാൽ നിങ്ങൾ വൈകുന്നേരവും രാവിലെയും അല്ലാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തുക. وله الحمد في السماوات والأرض وعشيا وحين تظهرون. ആകാശത്തും ഭൂമിയിലും അവന് തന്നെയാണ് സ്തുതി. വൈകുന്നേരവും ഉച്ച തിരിയുമ്പോഴും അവനെ വാഴ്ത്തുവിൻ. يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. അവൻ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തെടുക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറപ്പെടുവിക്കുന്നു. ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം ജീവനുള്ളതാക്കുന്നു. അவ்விധം നിങ്ങളെയും പുറത്തു കൊണ്ടുവരും. وَمِنْ آيَاتِهِ أَنْ خَلَقَكُم مِّن تُرَابٍ ثُمَّ إِذَا أَنْتُمْ بَشَرٌ تَنْتَشِرُونَ. നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നിങ്ങളിതാ മനുഷ്യരായി ലോകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവന്റെ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ്. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَتَفَكَّرُونَ. അല്ലാഹു നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു, നിങ്ങൾക്ക് സമാധാനത്തോടെ ഒത്തുചേരാൻ. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. ഇതൊക്കെയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. സംശയമില്ല, വിചാരശാലികളായ ജനത്തിന് ഇതിലെല്ലാം നിരവധി തെളിവുകളുണ്ട്. وَمِنْ آيَاتِهِ خَلْقُ السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافُ أَلْسِنَتِكُمْ وَأَلْوَانِكُمْ إِنَّ فِي ذَلِكَ لَآيَاتٍ لِلْعَالِمِينَ. ആകാശഭൂമികളുടെ സൃഷ്ടി, നിങ്ങളുടെ ഭാഷകളിലെയും വർണ്ണങ്ങളിലെയും വൈവിധ്യം, ഇവയും അവന്റെ അടയാളങ്ങളിൽപ്പെട്ടവയാണ്. ഇതിലൊക്കെയും അറിവുള്ളവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. وَمِنْ آيَاتِهِ مَنَامُكُمْ بِاللَّيْلِ وَالنَّهَارِ وَابْتِغَاؤُكُمْ مِنْ فَضْلِهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَسْمَعُونَ. രാപ്പകലുകളിലെ നിങ്ങളുടെ ഉറക്കവും നിങ്ങൾ അവന്റെ അനുഗ്രഹം തേടലും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. കേട്ടു മനസ്സിലാക്കുന്ന ജനത്തിന് ഇതിലും നിരവധി തെളിവുകളുണ്ട്. وَمِنْ آيَاتِهِ يُرِيكُمُ الْبَرْقَ خَوْفًا وَطَمَعًا وَيُنَزِّلُ مِنَ السَّمَاءِ مَاءً فَيُحْيِي بِهِ الْأَرْضَ بَعْدَ مَوْتِهَا إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَعْقِلُونَ. നിങ്ങൾക്ക് പേടിയും പ്രതീക്ഷയും ഉണർത്തുന്ന മിന്നൽ പിണർ കാണിച്ചു തരുന്നതും മാനത്തുനിന്ന് വെള്ളമിറക്കിത്തന്ന് അതിലൂടെ ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം ജീവസുറ്റതാക്കുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും
ഇതിൽ ഒട്ടേറെ തെളിവുകളുണ്ട്. ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون. ആകാശഭൂമികൾ അവന്റെ ഹിതാനുസാരം നിലനിൽക്കുന്നുവെന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ അവൻ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ പെട്ടെന്നു തന്നെ നിങ്ങൾ പുറത്തുവരും. وله من في السماوات والأرض كل له قانتون. ആകാശഭൂമികളിലുള്ളവയെല്ലാം അവന്റേതാണ്, എല്ലാം അവന് വിധേയവും. وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم. സൃഷ്ടി ആരംഭിക്കുന്നത് അവനാണ്, പിന്നെ അവൻ തന്നെ അതാവർത്തിക്കുന്നു. അത് അവന് നന്നേ നിസ്സാരം. ആകാശത്തും ഭൂമിയിലും അത്യുന്നതാവസ്ഥ അവനാണ്. അവൻ പ്രതാപിയും യുക്തിജ്ഞനുമാണ്. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون. നിങ്ങൾക്ക് അവൻ നിങ്ങളിൽ തന്നെ ഇതാ ഒരു ഉപമ വിവരിച്ചു തരുന്നു. നിങ്ങളുടെ അധീനതയിലുള്ള അടിമകൾ നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്തിൽ സമാവകാശികളായി കണ്ട് നിങ്ങൾ അവരെ പങ്കാളികളാക്കുന്നുണ്ടോ? സ്വന്തക്കാരെ പേടിക്കും പോലെ നിങ്ങൾ അവരെ പേടിക്കുന്നുണ്ടോ? ആലോചിച്ചറിയുന്ന ജനത്തിന് നാം ഇவ்விധം തെളിവുകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين. എന്നാൽ അക്രമം പ്രവർത്തിച്ചവർ ഒരുവിധ വിവരവുമില്ലാതെ തങ്ങളുടെ തന്നെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയാണ്. അല്ലാഹു വഴിതെറ്റിച്ചവനെ നേർവഴിയിലാക്കുന്ന ആരുണ്ട്? അവർക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. അതിനാൽ ശ്രദ്ധയോടെ നീ നിന്റെ മുഖം ഈ ജീവിത ദർശനത്തിന് നേരെ ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹു മനുഷ്യരെ പടച്ചത് ഏതൊരു പ്രകൃതിയിലൂന്നിയാണോ ആ പ്രകൃതി തന്നെയാണ് ഇത്. അല്ലാഹുവിന്റെ സൃഷ്ടിഘടനയ്ക്ക് മാറ്റമില്ല. ഇതുതന്നെയാണ് ഏറ്റവും ചൊവ്വായ മതം. പക്ഷേ ജനങ്ങളിലേറെ പേരും അതറിയുന്നില്ല. منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين. നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് മടങ്ങുന്നവരായി നിലകൊള്ളുക, അവനെ സൂക്ഷിക്കുക, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത്. من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون. അഥവാ തങ്ങളുടെ മതത്തെ ഛിന്നഭിന്നമാക്കുകയും പല കക്ഷികളായി പിരിയുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക. ഓരോ കക്ഷിയും
തങ്ങളുടെ വശമുള്ളതിൽ സന്തുഷ്ടരാണ്. وَإِذَا مَسَّ النَّاسَ ضُرٌّ دَعَوْا رَبَّهُم مُنِيبِينَ إِلَيْهِ ثُمَّ إِذَا أَذَاقَهُم مِّنْهُ رَحْمَةً إِذَا فَرِيقٌ مِّنْهُم بِرَبِّهِمْ يُشْرِكُونَ. ജനങ്ങളെ വല്ല വിപത്തും ബാധിച്ചാൽ അവർ തങ്ങളുടെ നാഥനിലേക്ക് തിരിഞ്ഞ് അവനോട് പ്രാർത്ഥിക്കും. പിന്നീട് അല്ലാഹു അവർക്ക് തന്റെ അനുഗ്രഹം അനുഭവിക്കാൻ അവസരം നൽകിയാൽ അവരിലൊരു വിഭാഗം തങ്ങളുടെ നാഥനിൽ പങ്കുകാരെ സങ്കൽപ്പിക്കുന്നു. لِيَكْفُرُوا بِمَا آتَيْنَاهُمْ فَتَمَتَّعُوا فَسَوْفَ تَعْلَمُونَ. അങ്ങനെ അവർ നാം നൽകിയതിനോട് നന്ദികേട് കാണിക്കുന്നു. ശരി, നിങ്ങൾ സുഖിച്ചോളൂ, അടുത്തുതന്നെ എല്ലാം നിങ്ങൾ അറിയും. أَمْ أَنزَلْنَا عَلَيْهِمْ سُلْطَانًا فَهُوَ يَتَكَلَّمُ بِمَا كَانُوا بِهِ يُشْرِكُونَ. അതല്ല, അവർ അല്ലാഹുവോട് പങ്കുചേർത്തതിന് അനുകൂലമായി സംസാരിക്കുന്ന വല്ല തെളിവും നാം അവർക്ക് ഇറക്കിക്കൊടുത്തിട്ടുണ്ടോ? وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً فَرِحُوا بِهَا وَإِن تُصِبْهُمْ سَيِّئَةٌ بِمَا قَدَّمَتْ أَيْدِيهِمْ إِذَا هُمْ يَقْنَطُونَ. മനുഷ്യർക്ക് നാം വല്ല അനുഗ്രഹവും അനുഭവിക്കാൻ അവസരം നൽകിയാൽ അതിലവർ മതിമറക്കുന്നു. തങ്ങളുടെ തന്നെ കൈകൾ നേരത്തെ ചെയ്തുവെച്ചതു കാരണം വല്ല വിപത്തും ബാധിച്ചാലോ അതോടെ അവരതാ പറ്റേ നിരാശരായിത്തീരുന്നു. أَوَلَمْ يَرَوْا أَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ وَيَقْدِرُ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يُؤْمِنُونَ. അവർ കാണുന്നില്ലേ, അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് ജീവിത വിഭവം വിപുലമാക്കുന്നത്, അവനിച്ഛിക്കുന്നവർക്ക് ഇടുക്കം വരുത്തുന്നതും. വിശ്വസിക്കുന്ന ജനത്തിന് തീർച്ചയായും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. അതിനാൽ അടുത്ത ബന്ധുക്കൾക്കും അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശം നൽകുക. അല്ലാഹുവിന്റെ പ്രീതി കൊതിക്കുന്നവർക്ക് അതാണുത്തമം. വിജയം വരിക്കുന്നവരും അവർ തന്നെ. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. ജനങ്ങളുടെ മുതലുകളിൽ ചേർന്ന് വളരുന്നതിനു വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശയുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ അടുത്ത് ഒട്ടും വളരുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് നിങ്ങൾ വല്ലതും സകാത്തായി നൽകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് അതിനെ ഇരട്ടിപ്പിച്ച് വളർത്തുന്നവർ. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ടവൻ നിങ്ങൾക്ക് അന്നം തന്നു. പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു.
അതിനുശേഷം വീണ്ടും ജീവിപ്പിക്കും. ഇവയിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ സങ്കൽപ്പിച്ചുവെച്ച പങ്കാളികളിലുണ്ടോ? അവർ സങ്കൽപ്പിച്ചുണ്ടാക്കിയ പങ്കാളികളിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനും അത്യുന്നതനുമാണ് അവൻ. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. അവർ ചെയ്തു കൂട്ടിയതിൽ ചിലതിൻ്റെയെങ്കിലും ഫലം ഇവിടെ വെച്ചു തന്നെ ആസ്വദിപ്പിക്കാനാണത്. അവർ ഒരു വേള നന്മയിലേക്ക് മടങ്ങിയെങ്കിലോ. قُلْ سِيرُوا فِي الْأَرْضِ فَانظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِينَ مِنْ قَبْلُ كَانَ أَكْثَرُهُمْ مُشْرِكِينَ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ ഒടുക്കം എവ്വിധമായിരുന്നുവെന്ന് നോക്കുക. അവരിലേറെ പേരും ബഹുദൈവാരാധകരായിരുന്നു. فَأَقِمْ وَجْهَكَ لِلدِّينِ الْقَيِّمِ مِنْ قَبْلِ أَنْ يَأْتِيَ يَوْمٌ لَا مَرَدَّ لَهُ مِنَ اللَّهِ يَوْمَئِذٍ يَصَّدَّعُونَ. അതിനാൽ അല്ലാഹുവിൽ നിന്ന് ആർക്കും തടുത്തു നിർത്താനാവാത്ത ഒരു നാൾ വന്നെത്തും മുമ്പേ നീ നിന്റെ മുഖത്തെ സത്യവ്യവസ്ഥയ്ക്കു നേരെ തിരിച്ചു നിർത്തുക. അന്നാളിൽ ജനം പല വിഭാഗമായി പിരിയും. മൻ കഫറ ഫഅലൈഹി കുഫ്റുഹു വമൻ അമില സാലിഹൻ ഫലിഅൻഫുസിഹിം യംഹദൂൻ. ആർ സത്യത്തെ തള്ളിപ്പറയുന്നുവോ ആ സത്യനിഷേധത്തിന്റെ ഫലം അവന് തന്നെയാണുണ്ടാവുക. വല്ലവരും സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർ തങ്ങൾക്കു വേണ്ടി തന്നെയാണ് സൗകര്യമൊരുക്കുന്നത്. ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി മിൻ ഫദ്ലിഹി ഇന്നഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് പ്രതിഫലം നൽകാൻ വേണ്ടിയാണിത്. സംശയമില്ല, അല്ലാഹു സത്യനിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല. വമിൻ ആയാതിഹി അൻ യുർസിലർ റിയാഹ മുബശ്ശിറാതിൻ وليذيقكم من رحمته ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. സന്തോഷസൂചകമായി കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അവന്റെ അനുഗ്രഹം നിങ്ങളെ ആസ്വദിപ്പിക്കുക. അവന്റെ ഹിതാനുസൃതം കപ്പൽ സഞ്ചരിക്കുക. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തേടാൻ അവസരമുണ്ടാവുക. അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരായിത്തീരുക. ഇതിനെല്ലാം വേണ്ടിയാണത്. وَلَقَدْ أَرْسَلْنَا مِنْ قَبْلِكَ رُسُلًا إِلَى قَوْمِهِمْ فَجَاءُوهُمْ بِالْبَيِّنَاتِ فَانْتَقَمْنَا مِنَ الَّذِينَ أَجْرَمُوا وَكَانَ حَقًّا عَلَيْنَا نَصْرُ الْمُؤْمِنِينَ. നിനക്കു മുമ്പ് നാം നിരവധി ദൂതന്മാരെ അവരുടെ ജനതയിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു ചെന്നു. അപ്പോൾ പാപം പ്രവർത്തിച്ചവരോട് നാം പ്രതികാരം ചെയ്തു. സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده
إذا هم يستبشرون. കാറ്റുകളെ അയക്കുന്നത് അല്ലാഹുവാണ്. അങ്ങനെ ആ കാറ്റുകൾ മേഘത്തെ ചലിപ്പിക്കുന്നു. അവൻ ഇച്ഛിക്കും പോലെ ആ മേഘത്തെ ആകാശത്ത് പരത്തുന്നു, അതിനെ പല കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ അവയ്ക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറത്തു വരുന്നതായി നിനക്കു കാണാം. അങ്ങനെ അവൻ തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് ആ മഴയെത്തിച്ചു കൊടുക്കുന്നു. അതോടെ അവർ ആഹ്ലാദഭരിതരാകുന്നു. وَإِن كَانُوا مِن قَبْلِ أَن يُنَزَّلَ عَلَيْهِم مِّن قَبْلِهِ لَمُبْلِسِينَ. അതിനു മുമ്പ് അഥവാ ആ മഴ അവരുടെ മേൽ പെയ്യും മുമ്പ് അവർ പറ്റേ നിരാശരായിരുന്നു. فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير. നോക്കൂ, ദിവ്യാനുഗ്രഹത്തിന്റെ വ്യക്തമായ അടയാളങ്ങൾ. ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം അവൻ എങ്ങനെയാണ് ജീവസുറ്റതാക്കുന്നത്? സംശയമില്ല, അതു ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. وَلَئِنْ أَرْسَلْنَا رِيحًا فَرَأَوْهُ مُصْفَرًّا لَظَلُّوا مِنْ بَعْدِهِ يَكْفُرُونَ. ഇനി നാം മറ്റൊരു കാറ്റിനെ അയക്കുന്നു. അതോടെ വിളകൾ വിളർത്ത് മഞ്ഞച്ചതായി അവർ കാണുന്നു. അതിനുശേഷവും അവർ നന്ദികെട്ടവരായി മാറുന്നു. فَإِنَّكَ لَا تُسْمِعُ الْمَوْتَى وَلَا تُسْمِعُ الصُّمَّ الدُّعَاءَ إِذَا وَلَّوْا مُدْبِرِينَ. നിനക്കു മരിച്ചവരെ കേൾപ്പിക്കാനാവില്ല. തീർച്ച പിന്തിരിഞ്ഞു പോകുന്ന കാതുപൊട്ടന്മാരെ വിളി കേൾപ്പിക്കാനും നിനക്ക് സാധ്യമല്ല. وَمَا أَنْتَ بِهَادِ الْعُمْيِ عَنْ ضَلَالَتِهِمْ إِنْ تُسْمِعُ إِلَّا مَنْ يُؤْمِنُ بِآيَاتِنَا فَهُمْ مُسْلِمُونَ. കണ്ണുപൊട്ടന്മാര് അവരുടെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല. നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ അനുസരണമുള്ളവരായി തീരുകയും ചെയ്തവരെ മാത്രമേ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ضعഫിൻ ثم ജഅല മിൻ ബഅദി ضعഫിൻ ഖുവ്വതൻ ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. നന്നേ ദുർബലാവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണ്. പിന്നീട് ആ ദുർബലാവസ്ഥയ്ക്കു ശേഷം അവൻ നിങ്ങൾക്ക് കരുത്തേകി. പിന്നെ ആ കരുത്തിനു ശേഷം ദൗർബല്യവും നരയുമുണ്ടാക്കി. അവൻ താനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ സകലതും അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും. وَيَوْمَ تَقُومُ السَّاعَةُ يُقْسِمُ الْمُجْرِمُونَ مَا لَبِثُوا غَيْرَ سَاعَةٍ كَذَلِكَ كَانُوا يُؤْفَكُونَ. അന്ത്യനിമിഷം വന്നെത്തും നാളിൽ കുറ്റവാളികൾ ആണയിട്ട് പറയും, തങ്ങൾ ഒരു നാഴിക നേരമല്ലാതെ ഭൂമിയിൽ കഴിഞ്ഞിട്ടേയില്ല. ഇவ்விധം തന്നെയാണ് അവർ നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചിരുന്നത്. وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث فهذا يوم البعث ولكنكم كنتم لا تعلمون. വിജ്ഞാനവും വിശ്വാസവും കൈവന്നവർ പറയും, അല്ലാഹുവിന്റെ രേഖയനുസരിച്ചുള്ള ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ നിങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴിതാ
ആ ഉയിർത്തെഴുന്നേൽപ്പ് നാൾ എത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അതേപ്പറ്റി അറിഞ്ഞിരുന്നില്ല. فيومئذ لا ينفع الذين ظلموا معذرتهم ولا هم يستعتبون. അന്ന് അക്രമം കാണിച്ചവർക്ക് തങ്ങളുടെ ഒഴികഴിവ് ഒട്ടും ഉപകരിക്കുകയില്ല. അവരോട് പശ്ചാത്താപത്തിന് ആവശ്യപ്പെടുകയുമില്ല. وَلَقَدْ ضَرَبْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ وَلَئِنْ جِئْتَهُمْ بِآيَةٍ لَيَقُولَنَّ الَّذِينَ كَفَرُوا إِنْ أَنْتُمْ إِلَّا مُبْطِلُونَ. ജനങ്ങൾക്കായി ഈ ഖുർആനിൽ നാം എല്ലാതരം ഉപമകളും സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നീ എന്തു തെളിവുമായി അവരുടെ അടുത്തു ചെന്നാലും സത്യനിഷേധികൾ പറയും, നിങ്ങൾ കേവലം അസത്യവാദികളല്ലാതാരുമല്ല. كذلك يطبع الله على قلوب الذين لا يعلمون. കാര്യം ഗ്രഹിക്കാൻ ഒരുക്കമില്ലാത്തവരുടെ ഹൃദയങ്ങൾ അല്ലാഹു ഇவ்விധം അടച്ചുപൂട്ടി മുദ്രവെക്കുന്നു. فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون. അതിനാൽ നീ ക്ഷമിക്കൂ. അല്ലാഹുവിന്റെ വാഗ്ദാനം തീർത്തും സത്യം തന്നെ. ദൃഢവിശ്വാസമില്ലാത്ത ജനം നിനക്കൊട്ടും ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ. അധ്യായം 31. ലുഖ്മാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 34. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. അലിഫ് ലാം മീം. യുക്തിപൂർണമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാണിത്. ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ. സച്ചരിതർക്കിതൊരനുഗ്രഹമാണ്, വഴികാട്ടിയും. الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണ്, സക്കാത്ത് നൽകുന്നവരാണ്, പരലോകത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരും. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തങ്ങളുടെ നാഥനിൽ നിന്നുള്ള നേർവഴിയിലാണ്, വിജയികളും അവർ തന്നെ. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. ജനങ്ങളിൽ അനാവശ്യ വർത്തമാനം വിലയ്ക്ക് വാങ്ങുന്ന ചിലരുണ്ട്. ഒരു വിവരവുമില്ലാതെ മനുഷ്യരെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടിയാണിത്. ദൈവമാർഗത്തെ പുച്ഛിച്ചു തള്ളാനും അത്തരക്കാർക്കാണ് നന്നേ നിന്ദ്യമായ ശിക്ഷയുള്ളത്. وَإِذَا تُتْلَى عَلَيْهِ آيَاتُنَا وَلَّى مُسْتَكْبِرًا كَأَن لَّمْ يَسْمَعْهَا كَأَنَّ فِي أُذُنَيْهِ وَقْرًا فَبَشِّرْهُ بِعَذَابٍ أَلِيمٍ. അവരിലൊരുവനെ നമ്മുടെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചാൽ അഹങ്കാരത്തോടെ തിരിഞ്ഞു നടക്കും. അങ്ങനെയൊന്ന് കേട്ടിട്ടുപോലുമില്ലാത്ത വിധം അവന്റെ ഇരു കാതുകളിലും അടപ്പുള്ള പോലെ. അതിനാൽ അവനെ നോവേറിയ ശിക്ഷയെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുക. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ലഹും ജന്നാതുൻ നഈം. സത്യവിശ്വാസം സ്വീകരിക്കുകയും
സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഉറപ്പായും അനുഗ്രഹപൂർണമായ സ്വർഗീയാരാമങ്ങളുണ്ട്. خالدين فيها وعد الله حقا وهو العزيز الحكيم. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹുവിന്റെ അലംഘനീയമായ വാഗ്ദാനമാണിത്. അവൻ ഏറെ പ്രതാപിയും യുക്തിമാനുമാണ്. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. നിങ്ങൾക്കു കാണാൻ കഴിയുന്ന തൂണുകളൊന്നുമില്ലാതെ അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു. ഭൂമിയിൽ ഊന്നിയുറച്ച പർവ്വതങ്ങളുണ്ടാക്കി. ഭൂമി നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാൻ അതിലവൻ സകലയിനം ജീവജാലങ്ങളെയും വ്യാപിപ്പിച്ചു. മാനത്തുനിന്നു മഴ പെയ്യിച്ചു. അതുവഴി ഭൂമിയിൽ നാം സകലയിനം മികച്ച സസ്യങ്ങളെയും മുളപ്പിച്ചു. هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. ഇതൊക്കെയും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നാൽ അവനല്ലാത്തവർ സൃഷ്ടിച്ചത് ഏതെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. അല്ല, അക്രമികൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. وَلَقَدْ آتَيْنَا لُقْمَانَ الْحِكْمَةَ أَنِ اشْكُرْ لِلَّهِ وَمَنْ يَشْكُرْ فَإِنَّمَا يَشْكُرُ لِنَفْسِهِ وَمَنْ كَفَرَ فَإِنَّ اللَّهَ غَنِيٌّ حَمِيدٌ. ലുക്മാൻ നാം തത്വജ്ഞാനം നൽകി. അദ്ദേഹത്തോട് നാം ആവശ്യപ്പെട്ടു, നീ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക. ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെയാണ് അവനത് ചെയ്യുന്നത്. ആരെങ്കിലും നന്ദികേട് കാണിക്കുകയാണെങ്കിലോ അറിയുക, തീർച്ചയായും അല്ലാഹു അന്യാശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കവേ ഇങ്ങനെ പറഞ്ഞതോർക്കുക, എന്റെ കുഞ്ഞുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ പങ്കു ചേർക്കുന്നത് കടുത്ത അക്രമമാണ്. തീർച്ച وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حَمَلَتْهُ أُمُّهُ وَهْنًا عَلَى وَهْنٍ وَفِصَالُهُ فِي عَامَيْنِ حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത്. അവന്റെ മുലകുടി നിർത്തലോ 2 കൊല്ലം കൊണ്ടുമാണ്. അതിനാൽ നീ എന്നോട് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോടും. എന്റെ അടുത്തേക്കാണ് നിന്റെ തിരിച്ചുവരവ്. وَإِن جَاهَدَاكَ عَلَى أَن تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. നിനക്കൊരറിവുമില്ലാത്ത വല്ലതിനെയും
എന്റെ പങ്കാളിയാക്കാൻ അവരിരുവരും നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ അവരെ നീ അനുസരിക്കരുത്. എന്നാലും ഇഹലോകത്ത് അവരോട് നല്ല നിലയിൽ സഹവസിക്കുക. എന്നിലേക്ക് പശ്ചാത്തപിച്ചവന്റെ പാത പിന്തുടരുക. അവസാനം നിങ്ങളുടെയൊക്കെ മടക്കം എന്നിലേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളെ വിവരമറിയിക്കും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. എന്റെ കുഞ്ഞുമോനെ, കർമ്മം കടുകുമണി തൂക്കത്തോളമാണെന്ന് കരുതുക. എന്നിട്ട് അതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശഭൂമികളിലെവിടെയെങ്കിലുമോ ആണെന്ന് വെക്കുക. എന്നാലും അല്ലാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മജ്ഞനും അഗാധജ്ഞനുമാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എന്റെ കുഞ്ഞുമോനെ, നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, വിപത്തു വന്നാൽ ക്ഷമിക്കുക. ഇവയെല്ലാം ഉറപ്പായും ഊന്നിപ്പറയപ്പെട്ട കാര്യങ്ങളാണ്. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. നീ ജനങ്ങളുടെ നേരെ മുഖം കോട്ടരുത്. പൊങ്ങച്ചത്തോടെ ഭൂമിയിൽ നടക്കരുത്. അഹന്ത നടിച്ചും പൊങ്ങച്ചം കാണിച്ചും നടക്കുന്ന ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. തീർച്ച. وقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. നീ നിന്റെ നടത്തത്തിൽ മിതത്വം പുലർത്തുക. ശബ്ദത്തിൽ ഒതുക്കം പാലിക്കുക. തീർച്ചയായും ഒച്ചകളിലേറ്റം അരോചകം കഴുതയുടെ ശബ്ദം തന്നെ. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. നിങ്ങൾ കാണുന്നില്ലേ, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത്? ഒളിഞ്ഞതും തെളിഞ്ഞതുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവൻ നിറവേറ്റിത്തന്നതും. എന്നിട്ടും വല്ല വിവരമോ മാർഗദർശനമോ വെളിച്ചമേകുന്ന ഗ്രന്ഥമോ ഒന്നുമില്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ജനങ്ങളിലുണ്ട്. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ الشَّيْطَانُ يَدْعُوهُمْ إِلَى عَذَابِ السَّعِيرِ. അല്ലാഹു ഇറക്കിത്തന്നതിനെ പിൻപറ്റുക എന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ അവർ പറയും, അല്ല, ഞങ്ങളുടെ പൂർവപിതാക്കൾ ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുന്നതായാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ആ മാർഗമാണ് ഞങ്ങൾ പിൻപറ്റുക. കത്തിക്കാളുന്ന നരകത്തീയിലേക്കാണ് പിശാച് അവരെ നയിക്കുന്നതെങ്കിൽ അതും അവർ പിൻപറ്റുമെന്നു. وَمَن يُسْلِمْ وَجْهَهُ إِلَى اللَّهِ وَهُوَ مُحْسِنٌ فَقَدِ اسْتَمْسَكَ بِالْعُرْوَةِ الْوُثْقَى وَإِلَى اللَّهِ عَاقِبَةُ الْأُمُورِ. ആരെങ്കിലും സച്ചരിതനായി സ്വന്തത്തെ അല്ലാഹുവിന് സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ മുറുകെ പിടിച്ചത് ഏറ്റവും ഉറപ്പുള്ള പിടിവള്ളിയിൽ തന്നെയാണ്.
കാര്യങ്ങളുടെയൊക്കെ പര്യവസാനം അല്ലാഹുവിന്റെ സന്നിധിയിലാണ്. ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور. ആരെങ്കിലും സത്യത്തെ തള്ളിപ്പറയുന്നുവെങ്കിൽ അയാളുടെ സത്യനിഷേധം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അവരുടെ മടക്കം നമ്മുടെ അടുത്തേക്കാണ്. അപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നാം അവരെ വിവരമറിയിക്കും. നെഞ്ചകത്തുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. നുമത്തിഉഹും ഖലീലൻ സുമ്മ നദ്ററുഹും ഇലാ അദാബിൻ ഗലീദ്. അല്പകാലം നാം അവരെ സുഖിപ്പിക്കുന്നു, പിന്നീട് നാം അവരെ കൊടും ശിക്ഷയിലേക്ക് തള്ളിവിടും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. ആകാശഭൂമികളെ പടച്ചതാരെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവെന്ന്. പറയുക, സർവസ്തുതിയും ആ അല്ലാഹുവിനാണ്. എന്നാൽ അവരിലേറെ പേരും അത് മനസ്സിലാക്കുന്നില്ല. ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റേതാണ്. തീർച്ചയായും അല്ലാഹു സ്വയം പര്യാപ്തനാണ്, സ്തുത്യർഹനും. വലൗ അന്ന മാ ഫിൽ അർദി മിൻ ശജറത്തിൻ അഖ്ലാമു വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. ഭൂമിയിലുള്ള മരങ്ങളൊക്കെയും പേനയാവുക, സമുദ്രങ്ങളെല്ലാം മഷിയാവുക, വേറെയും 7 സമുദ്രങ്ങൾ അതിനെ പോഷിപ്പിക്കുക. എന്നാലും അല്ലാഹുവിന്റെ വചനങ്ങൾ എഴുതി തീർക്കാനാവില്ല. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. തീർച്ച മാ ഖൽഖുകും വലാ ബഅസുകും ഇല്ലാ കനഫ്സിൻ വാഹിദഹ ഇന്നല്ലാഹ സമീഉൻ ബസീർ. നിങ്ങളെ സൃഷ്ടിക്കലും ഉയിർത്തെഴുന്നേൽപ്പിക്കലും ഒരൊറ്റയാളെ അങ്ങനെ ചെയ്യും പോലെ തന്നെയാണ്, സംശയമില്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير. തീർച്ചയായും അല്ലാഹു രാവിനെ പകലിൽ കടത്തിവിടുന്നു, പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു. അവൻ സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഒരു നിശ്ചിത അവധി വരെ ചരിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ഇതൊന്നും നിങ്ങൾ കണ്ടറിയുന്നില്ലേ? ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. അതിനൊക്കെ കാരണമിതാണ്, നിശ്ചയമായും അല്ലാഹു മാത്രമാണ് പരമമായ സത്യം. അവനൊഴികെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം മിഥ്യയാണ്. അല്ലാഹു തന്നെയാണ് ഉന്നതനും മഹാനും. ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور. നീ കാണുന്നില്ലേ, കടലിൽ കപ്പൽ സഞ്ചരിക്കുന്നത്
അല്ലാഹുവിന്റെ അനുഗ്രഹത്താലാണെന്ന് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങളെ കാണിക്കാനാണിത്. നന്നായി ക്ഷമിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഇതിൽ ധാരാളം തെളിവുകളുണ്ട്. وَإِذَا غَشِيَهُم مَّوْجٌ كَالظُّلَلِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ فَمِنْهُم مُّقْتَصِدٌ وَمَا يَجْحَدُ بِآيَاتِنَا إِلَّا كُلُّ خَتَّارٍ كَفُورٍ. മലകൾ സമാനം തിരമാല അവരെ മൂടിയാൽ തങ്ങളുടെ വിധേയത്വം തീർത്തും അല്ലാഹുവിന് മാത്രം സമർപ്പിച്ച് അവനോട് അവർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവരിൽ ചിലർ മര്യാദ പുലർത്തുന്നവരായിരിക്കും. കൊടും ചതിയന്മാരും നന്ദി കെട്ടവരുമല്ലാതെ നമ്മുടെ തെളിവുകളെ തള്ളിപ്പറയുകയില്ല. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഒരു പിതാവിനും തന്റെ മകന് ഒരു ഉപകാരവും ചെയ്യാനാവാത്ത, ഒരു മകനും തന്റെ പിതാവിന് ഒട്ടും പ്രയോജനപ്പെടാത്ത ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടുക. നിശ്ചയമായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഒരു കൊടും ചതിയനും അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ആ അന്ത്യസമയം സംബന്ധിച്ച അറിവ് അല്ലാഹുവിങ്കൽ മാത്രമാണുള്ളത്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയങ്ങളിലുള്ളതെന്തെന്ന് അറിയുന്നു. നാളെ താൻ എന്തു നേടുമെന്ന് ആർക്കും അറിയില്ല. ഏതു നാട്ടിൽ വച്ചാണ് മരിക്കുകയെന്നും അറിയില്ല. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞനും. അധ്യായം 32. അസ്സജദ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 30. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അലിഫ് ലാം മീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രപഞ്ചനാഥനിൽ നിന്നാണ്, ഇതിലൊട്ടും സംശയമില്ല. അം യഖൂലൂന ഇഫ്തറാഹ് ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക ലിതുൻസിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. അതല്ല, ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചുവെന്നാണോ അവർ പറയുന്നത്? എന്നാൽ ഇത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. നിനക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ലാത്ത ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്.
അവർ നേർവഴിയിലായേക്കാമല്ലോ. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. 6 നാളുകളിലായി ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. അവനൊഴികെ നിങ്ങൾക്കൊരു രക്ഷകനോ ശുപാർശകനോ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി സുമ്മ യഅ്റുജു ഇലൈഹി ഫീ യൗമിൻ كان مقداره 1000 سنة مما تعدون. ആകാശം മുതൽ ഭൂമി വരെയുള്ള സകല സംഗതികളെയും അവൻ നിയന്ത്രിക്കുന്നു. പിന്നീട് ഒരു നാൾ ഇക്കാര്യം അവങ്കലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലത്തിന്റെ ദൈർഘ്യമുണ്ട് ആ നാളിന്. ذلك عالم الغيب والشهادة العزيز الرحيم. ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണവൻ, പ്രതാപിയും പരമദയാലുവുമാണ്. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. താൻ സൃഷ്ടിച്ച ഏതും അന്യൂനം സുന്ദരമായി സൃഷ്ടിച്ചവൻ. അവൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യ സൃഷ്ടി ആരംഭിച്ചു. ثم جعل نسله من سلالة من ماء مهين. പിന്നെ അവന്റെ സന്താന പരമ്പരയെ നിസാരമായ വെള്ളത്തിന്റെ സത്തിൽ നിന്നുണ്ടാക്കി. ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. പിന്നീട് അവനെ വേണ്ട വിധം സന്തുലനപ്പെടുത്തി തന്റെ ആത്മാവിൽ നിന്ന് അതിലൂതി നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നു. എന്നിട്ടും നന്നെ കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. അവർ ചോദിക്കുന്നു, ഞങ്ങൾ മണ്ണിൽ ലയിച്ചില്ലാതായാൽ പോലും പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നോ? അവർ തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുമെന്നതിനെ തള്ളിപ്പറയുന്നവരാണ്. قُلْ يَتَوَفَّاكُم مَلَكُ الْمَوْتِ الَّذِي وُكِّلَ بِكُمْ ثُمَّ إِلَى رَبِّكُمْ تُرْجَعُونَ. പറയുക, നിങ്ങളുടെ കാര്യമേൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ നാഥങ്കലേക്ക് മടക്കപ്പെടും. وَلَوْ تَرَى إِذِ الْمُجْرِمُونَ نَاكِسُو رُءُوسِهِمْ عِندَ رَبِّهِمْ رَبَّنَا أَبْصَرْنَا وَسَمِعْنَا فَارْجِعْنَا نَعْمَلْ صَالِحًا إِنَّا مُوقِنُونَ. കുറ്റവാളികൾ തങ്ങളുടെ നാഥന്റെ അടുത്ത് തല താഴ്ത്തി നിൽക്കുന്നത് നീ കണ്ടിരുന്നെങ്കിൽ അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ എല്ലാം നേരിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അതിനാൽ നീ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ. ഞങ്ങൾ നല്ലത് ചെയ്തുകൊള്ളാം. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം നന്നായി ബോധ്യമായിരിക്കുന്നു. وَلَوْ شِئْنَا لَآتَيْنَا كُلَّ نَفْسٍ هُدَاهَا وَلَكِنْ حَقَّ الْقَوْلُ مِنِّي لَأَمْلَأَنَّ جَهَنَّمَ مِنَ الْجِنَّةِ وَالنَّاسِ أَجْمَعِينَ. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഓരോരുത്തർക്കും നേർവഴി കാണിച്ചു കൊടുക്കുമായിരുന്നു.
എന്നാൽ നമ്മിൽ നിന്നുണ്ടായ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ജിന്നുകളാലും മനുഷ്യരാലും ഞാൻ നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. നിങ്ങളുടെ ഈ നാളുമായുള്ള കണ്ടുമുട്ടൽ നിങ്ങൾ മറന്നുകളഞ്ഞതിനാൽ അതിന്റെ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. നിശ്ചയമായും നാം നിങ്ങളെയും മറന്നിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായുള്ള ശാശ്വത ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. നമ്മുടെ വചനങ്ങൾ വഴി ഉദ്ബോധനം നൽകിയാൽ സുജൂദ് ചെയ്യുന്നവരും തങ്ങളുടെ നാഥനെ വാഴ്ത്തുന്നവരും കീർത്തിക്കുന്നവരും മാത്രമാണ് നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ. അവരൊട്ടും അഹങ്കരിക്കുകയില്ല. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. പേടിയോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കാനായി കിടപ്പിടങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയർന്ന് അകന്നു പോകും. നാം അവർക്ക് നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുകയും ചെയ്യും. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ആർക്കുമറിയില്ല തങ്ങൾക്കായി കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെയാണ് രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെന്ന്. അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണ് അതെല്ലാം. أفمن كان مؤمنا كمن كان فاسقا لا يستوون. അല്ല, സത്യവിശ്വാസിയായ ഒരാൾ തെമ്മാടിയെപ്പോലെയാണെന്നോ? അവർ ഒരുപോലെയാവുകയില്ല. أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പാർക്കാൻ സ്വർഗത്തോപ്പുകളുണ്ട്. അവരുടെ കർമ്മഫലമായുള്ള വിരുന്നാണത്. وَأَمَّا الَّذِينَ فَسَقُوا فَمَأْوَاهُمُ النَّارُ كُلَّمَا أَرَادُوا أَن يَخْرُجُوا مِنْهَا أُعِيدُوا فِيهَا وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. എന്നാൽ തെമ്മാടിത്തം കാണിച്ചവരുടെ താവളം നരകത്തീയാണ്. അവരതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവരെ അതിലേക്ക് തന്നെ തിരിച്ചയക്കും. അവരോടിങ്ങനെ പറയും, നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ആ നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. وَلَنُذِيقَنَّهُم مِّنَ الْعَذَابِ الْأَدْنَىٰ دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. ഏറ്റവും വലിയ ആ ശിക്ഷ കൂടാതെ ഇഹലോകത്ത് ചില ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിക്കും. ഒരു വേള അവർ സത്യത്തിലേക്ക് തിരിച്ചുവന്നെങ്കിലോ. وَمَنْ أَظْلَمُ مِمَّنْ ذُكِّرَ بِآيَاتِ رَبِّهِ ثُمَّ أَعْرَضَ عَنْهَا إِنَّا مِنَ الْمُجْرِمِينَ مُنْتَقِمُونَ. തന്റെ നാഥന്റെ വചനങ്ങളിലൂടെ ഉദ്ബോധനം ലഭിച്ച ശേഷം
അവയെ അവഗണിച്ചവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അത്തരം കുറ്റവാളികളോട് നാം പ്രതികാരം ചെയ്യും തീർച്ച. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَلَا تَكُنْ فِي مِرْيَةٍ مِّن لِقَائِهِ وَجَعَلْنَاهُ هُدًى لِبَنِي إِسْرَائِيلَ. സംശയമില്ല, മൂസാക്ക് നാം വേദം നൽകിയിട്ടുണ്ട്. അതിനാൽ ഇത്തരമൊന്ന് ലഭിക്കുന്നതിൽ നീ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഇസ്രയേൽ മക്കൾക്ക് നാം അതിനെ വഴികാട്ടിയാക്കുകയും ചെയ്തു. وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ. അവർ ക്ഷമ പാലിക്കുകയും നമ്മുടെ വചനങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ കൽപ്പനയനുസരിച്ച് നേർവഴി കാണിക്കുന്ന നേതാക്കന്മാരെ നാം ഉണ്ടാക്കി. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അവർ പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിന്റെ നാഥൻ തീർപ്പു കൽപ്പിക്കും. അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാത് അഫലാ യസ്മഊൻ. ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം തകർത്തു കളഞ്ഞിട്ടുണ്ട്. അവരുടെ പാർപ്പിടങ്ങളിലൂടെയാണ് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവർക്കത് നേർവഴി കാണിക്കുന്ന ഗുണപാഠമാകുന്നില്ലേ? തീർച്ചയായും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ടും ഇവർ കേട്ടറിയുന്നില്ലേ? അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർദിൽ ജുർസി فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون. ഇവർ കാണുന്നില്ലേ? വരണ്ട ഭൂമിയിലേക്ക് നാം വെള്ളമെത്തിക്കുന്നു, അതുവഴി വിളവുൽപാദിപ്പിക്കുന്നു. അതിൽ നിന്ന് ഇവരുടെ കാലികൾക്ക് തീറ്റ ലഭിക്കുന്നു, ഇവരും ആഹരിക്കുന്നു. എന്നിട്ടും ഇക്കൂട്ടർ കണ്ടറിയുന്നില്ലേ? വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ. ഇവർ ചോദിക്കുന്നു, ആ തീരുമാനം എപ്പോഴാണുണ്ടാവുക? നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉൽ ലദീന കഫറൂ ഈമാനുഹും വലാ ഹും യുൻദറൂൻ. പറയുക, ആ തീരുമാനം നടപ്പിൽ വരും നാൾ നിശ്ചയമായും സത്യനിഷേധികൾക്ക് വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമുണ്ടാവുകയില്ല. അവർക്ക് ഇനിയൊരവധി നീട്ടിക്കൊടുക്കുകയുമില്ല. ഫഅഅ്രിദ് അൻഹും വൻതദിർ ഇന്നഹും മുൻതദിറൂൻ. അതിനാൽ അവരെ നീ അവഗണിക്കുക, അവരുടെ പര്യവസാനത്തിനായി കാത്തിരിക്കുക. തീർച്ചയായും അവരും കാത്തിരിക്കുന്നവർ. അധ്യായം 33. അൽ അഹ്സാബ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 73. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. നബിയെ, അല്ലാഹുവെ സൂക്ഷിക്കുക. സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും നീ അനുസരിക്കരുത്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനും. വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ.
നിനക്ക് നിന്റെ നാഥനിൽ നിന്ന് വഹിയായി കിട്ടുന്ന സന്ദേശം പിൻപറ്റുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊക്കെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീലാ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതി. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി വമാ ജഅല അസ്വാജകുമുൽ ലായി തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. അല്ലാഹു ഒരു മനുഷ്യന്റെയും ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ലിഹാർ ചെയ്യുന്ന ഭാര്യമാരെ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കുന്നവരെ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായ കൊണ്ടുള്ള വെറും വാക്കുകളാണ്. അല്ലാഹു സത്യം പറയുന്നു, അവൻ നേർവഴിയിൽ നയിക്കുകയും ചെയ്യുന്നു. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. നിങ്ങൾ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അതാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറെ നീതിപൂർവകം. അഥവാ അവരുടെ പിതാക്കളാരെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അവർ നിങ്ങളുടെ ആദർശ സഹോദരങ്ങളും മിത്രങ്ങളുമാകുന്നു. അബദ്ധത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ നിങ്ങൾ മനഃപൂർവം ചെയ്യുന്നത് കുറ്റം തന്നെ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തത്തേക്കാൾ ഉറ്റവനാണ്. അദ്ദേഹത്തിന്റെ പത്നിമാർ അവരുടെ മാതാക്കളുമാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ച് രക്തബന്ധുക്കൾ പരസ്പരം മറ്റു വിശ്വാസികളെക്കാളും മുഹാജിറുകളെക്കാളും കൂടുതൽ അടുപ്പമുള്ളവരാണ്. എന്നാൽ നിങ്ങൾ സ്വന്തം ആത്മമിത്രങ്ങളോട് വല്ല നന്മയും ചെയ്യുന്നതിന് ഇതു തടസ്സമല്ല. ഈ വിധി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണ്. وَإِذْ أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَهُمْ وَمِنكَ وَمِن نُّوحٍ وَإِبْرَاهِيمَ وَمُوسَى وَعِيسَى ابْنِ مَرْيَمَ وَأَخَذْنَا مِنْهُم مِيثَاقًا غَلِيظًا. പ്രവാചകന്മാരിൽ നിന്ന് നാം വാങ്ങിയ കരാറിനെക്കുറിച്ചോർക്കുക. നിന്നിൽ നിന്നും നൂഹ്, ഇബ്രാഹിം, മൂസ, മറിയമിന്റെ മകൻ ഈസ എന്നിവരിൽ നിന്നും അവരിൽ നിന്നെല്ലാം നാം പ്രബലമായ കരാർ വാങ്ങിയിട്ടുണ്ട്. لِيَسْأَلَ الصَّادِقِينَ عَن صِدْقِهِمْ وَأَعَدَّ لِلْكَافِرِينَ عَذَابًا أَلِيمًا. സത്യവാദികളോട് അവരുടെ സത്യതയെ സംബന്ധിച്ച് ചോദിക്കാനാണിത്. സത്യനിഷേധികൾക്ക് നോവേറിയ ശിക്ഷ
ഒരുക്കിവെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറൂ നിഅ്മതല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറാ. വിശ്വസിച്ചവരെ, അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹം ഓർത്തുനോക്കൂ. നിങ്ങൾക്ക് നേരെ കുറെ പടയാളികൾ പാഞ്ഞടുത്തു. അപ്പോൾ അവർക്കെതിരെ നാം കൊടുങ്കാറ്റയച്ചു. നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യത്തെയും അയച്ചു. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കണ്ടറിയുന്നവനാണ് അല്ലാഹു. ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ وَإِذْ زَاغَتِ الْأَبْصَارُ وَبَلَغَتِ الْقُلُوبُ الْحَنَاجِرَ وَتَظُنُّونَ بِاللَّهِ الظُّنُونَا. ശത്രുസൈന്യം മുകൾ ഭാഗത്തുനിന്നും താഴ്ഭാഗത്തുനിന്നും നിങ്ങളുടെ നേരെ വന്നടുത്ത സന്ദർഭം ഭയം കാരണം ദൃഷ്ടികൾ പതറുകയും ഹൃദയങ്ങൾ തൊണ്ടകളിലെത്തുകയും നിങ്ങൾ അല്ലാഹുവെ പറ്റി പലതും കരുതിപ്പോവുകയും ചെയ്ത സന്ദർഭം. ഹുനാലിക ബതുലിയൽ മുഅ്മിനൂന വസുൽസിലൂ സിൽസാലൻ ശദീദാ. അപ്പോൾ അവിടെ വെച്ച് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു, കഠിനമായി വിറപ്പിക്കപ്പെടുകയും ചെയ്തു. വഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദും മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. അല്ലാഹുവും അവന്റെ ദൂതനും നമ്മോട് ചെയ്ത വാഗ്ദാനം വെറും വഞ്ചന മാത്രമാണെന്ന് കപടവിശ്വാസികളും മനസ്സിന് ദീനം ബാധിച്ചവരും പറഞ്ഞുകൊണ്ടിരുന്നു. വഇദ് ഖാലത് ത്വായിഫതും മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا. അവരിലൊരു വിഭാഗം പറഞ്ഞതോർക്കുക, യസ്രിബുകാരെ, നിങ്ങൾക്കിനി ഇവിടെ നിൽക്കാനാവില്ല, അതിനാൽ മടങ്ങിപ്പോയിക്കൊള്ളൂ. മറ്റൊരു വിഭാഗം, ഞങ്ങളുടെ വീടുകൾ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് പ്രവാചകനോട് യുദ്ധരംഗം വിടാൻ അനുവാദം തേടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവയ്ക്ക് ഒരപകടാവസ്ഥയുമില്ല. അവർ രംഗം വിട്ടോടാൻ വഴികളാരായുകയായിരുന്നുവെന്ന് മാത്രം. വലൗ ദുഖിലത് അലൈഹിം മിൻ അഖ്താരിഹാ സുമ്മ സുഇലുൽ ഫിത്നത ലആതൗഹാ വമാ തലബ്ബസൂ ബിഹാ ഇല്ലാ യസീറാ. മദീനയുടെ നാനാഭാഗങ്ങളിലൂടെ ശത്രുക്കൾ കടന്നു ചെല്ലുകയും അങ്ങനെ കലാപമുണ്ടാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്താൽ അവരത് നടപ്പാക്കുമായിരുന്നു. അവരക്കാര്യത്തിൽ താമസം വരുത്തുകയുമില്ല, നന്നേ കുറച്ചല്ലാതെ. വലഖദ് കാനൂ ആഹദുല്ലാഹ മിൻ ഖബ്ലു ലാ യുവല്ലൂനൽ അദ്ബാർ വകാന അഹ്ദുല്ലാഹി മസ്ഊലാ. തങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ലെന്ന് അവർ നേരത്തെ അല്ലാഹുവോട് കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാഹുവോടുള്ള കരാറിനെക്കുറിച്ച് അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി ഔൽ ഖത്ലി വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീലാ. പറയുക, നിങ്ങൾ മരണത്തെയോ കൊലയെയോ പേടിച്ചോടുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല. പിന്നെ ജീവിതം ആസ്വദിക്കാൻ ഇത്തിരി കാലമല്ലാതെ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഖുൽ മൻ ദല്ലദീ യഅ്സിമുകും മിനല്ലാഹി ഇൻ അറാദ ബികും സൂഅൻ ഔ അറാദ ബികും റഹ്മഹ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. ചോദിക്കുക, അല്ലാഹു നിങ്ങൾക്ക് വല്ല ദോഷവും വരുത്താൻ ഉദ്ദേശിച്ചാൽ
അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കാരുണ്യവും ഉദ്ദേശിച്ചാൽ അത് തടയാൻ ആരുണ്ട്? അല്ലാഹു ഒഴികെ ഒരു രക്ഷകനെയും സഹായിയെയും അവർക്ക് കണ്ടെത്താനാവില്ല. قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا. നിങ്ങളുടെ കൂട്ടത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതാരെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. തങ്ങളുടെ സഹോദരന്മാരോട് ഞങ്ങളോടൊപ്പം വരൂ എന്ന് പറയുന്നവരെയും അപൂർവമായല്ലാതെ അവർ യുദ്ധത്തിന് പോവുകയില്ല. അശിഹ്ഹതൻ അലൈക്കും فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا. നിങ്ങളോടൊപ്പം വരുന്നതിൽ പിശുക്ക് കാണിക്കുന്നവരാണവർ. ഭയാവസ്ഥ വന്നാൽ അവർ നിന്നെ തുറിച്ചു നോക്കുന്നത് നിനക്ക് കാണാം. ആസന്ന മരണനായവൻ ബോധം കെടുമ്പോഴെന്ന പോലെ അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഭയം വിട്ടകന്നാൽ സമ്പത്തിൽ ആർത്തിപ്പൂണ്ട് മൂർച്ചയേറിയ നാവുപയോഗിച്ച് അവർ നിങ്ങളെ നേരിടുന്നു. യഥാർത്ഥത്തിൽ അവർ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല. അതിനാൽ അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾ പാഴാക്കിയിരിക്കുന്നു. അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നന്നേ നിസ്സാരമാണ്. യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബൂ വഇൻ യഅതിൽ അഹ്സാബു യവദ്ദൂ ലൗ അന്നഹും ബാദൂന ഫിൽ അഅറാബി യസ്അലൂന അൻ അൻബാഇകും വലൗ കാനൂ ഫീകും മാ ഖാതലൂ ഇല്ലാ ഖലീലാ. സഖ്യസേന ഇനിയും സ്ഥലം വിട്ടിട്ടില്ലെന്നാണ് അവർ കരുതുന്നത്. സഖ്യസേന ഇനിയും വരികയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഗ്രാമീണ അറബികളോടൊപ്പം മരുഭൂവാസികളായി കഴിയാനാണ് അവരിഷ്ടപ്പെടുക. അവർ നിങ്ങളോടൊപ്പം ഉണ്ടായാലും വളരെ കുറച്ച് യുദ്ധത്തിൽ പങ്കാളികളാവുകയുള്ളൂ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. സംശയമില്ല, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷയർപ്പിച്ചവർക്കാണിത്. അല്ലാഹുവെ ധാരാളമായി ഓർക്കുന്നവർക്കും. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. സത്യവിശ്വാസികൾ സഖ്യസേനയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ഇത് അല്ലാഹുവും അവന്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതു തന്നെയാണ്. അല്ലാഹുവും അവന്റെ ദൂതനും പറഞ്ഞത് തീർത്തും സത്യമാണ്. ആ സംഭവം അവരുടെ വിശ്വാസവും സമർപ്പണ സന്നദ്ധതയും വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. സത്യവിശ്വാസികളിൽ അല്ലാഹുവുമായി ചെയ്ത കരാറിന്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ചിലരുണ്ട്. അങ്ങനെ തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തീകരിച്ചവർ അവരിലുണ്ട്. അതിനായി അവസരം പാർത്തിരിക്കുന്നവരുമുണ്ട്. ആ കരാറിൽ ഒരു മാറ്റവും
അവർ വരുത്തിയിട്ടില്ല. ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما. സത്യസന്ധർക്ക് തങ്ങളുടെ സത്യതയ്ക്കുള്ള പ്രതിഫലം നൽകാനാണിത്. അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ കപടവിശ്വാസികളെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാനും തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا عَزِيزًا. സത്യനിഷേധികളെ അവരുടെ കോപാഗ്നിയോടെ തന്നെ യുദ്ധരംഗത്തുനിന്ന് അല്ലാഹു തിരിച്ചയച്ചു. അവർക്കൊട്ടും നേട്ടം കിട്ടിയില്ല. സത്യവിശ്വാസികൾക്ക് വേണ്ടി പൊരുതാൻ അല്ലാഹു തന്നെ മതി. അല്ലാഹു ഏറെ കരുത്തനും പ്രതാപിയുമാണ്. وَأَنزَلَ الَّذِينَ ظَاهَرُوهُم مِّنْ أَهْلِ الْكِتَابِ مِنْ صَيَاصِيهِمْ وَقَذَفَ فِي قُلُوبِهِمُ الرُّعْبَ فَرِيقًا تَقْتُلُونَ وَتَأْسِرُونَ فَرِيقًا. വേദക്കാരിൽ ചിലർ ശത്രുസൈന്യത്തെ സഹായിച്ചു. അല്ലാഹു അവരെ അവരുടെ കോട്ടകളിൽ നിന്ന് ഇറക്കിവിട്ടു. അവരുടെ ഹൃദയങ്ങളിൽ ഭയം കോരിയിടുകയും ചെയ്തു. അവരിൽ ചിലരെ നിങ്ങൾ കൊല്ലുന്നു, മറ്റു ചിലരെ തടവിലാക്കുകയും ചെയ്യുന്നു. وَأَوْرَثَكُمْ أَرْضَهُمْ وَدِيَارَهُمْ وَأَمْوَالَهُمْ وَأَرْضًا لَّمْ تَطَئُوهَا وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرًا. അവൻ നിങ്ങളെ അവരുടെ ഭൂമിയുടെയും വീടുകളുടെയും സ്വത്തുക്കളുടെയും അവകാശികളാക്കി. നിങ്ങൾ മുമ്പൊരിക്കലും കാലുകുത്തിയിട്ടില്ലാത്ത സ്ഥലം പോലും അവൻ നിങ്ങൾക്ക് നൽകി. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. يا أيها النبي قل لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. നബിയേ, നീ നിന്റെ ഭാര്യമാരോട് പറയുക, ഇഹലോക ജീവിതവും അതിലെ അലങ്കാരവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വരൂ, ഞാൻ നിങ്ങൾക്ക് ജീവിത വിഭവം നൽകാം, നല്ല നിലയിൽ നിങ്ങളെ പിരിച്ചയക്കുകയും ചെയ്യാം. وَإِن كُنتُنَّ تُرِدْنَ اللَّهَ وَرَسُولَهُ وَالدَّارَ الْآخِرَةَ فَإِنَّ اللَّهَ أَعَدَّ لِلْمُحْسِنَاتِ مِنكُنَّ أَجْرًا عَظِيمًا. അല്ലാഹുവേയും അവന്റെ ദൂതനെയും പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അറിയുക, നിങ്ങളിലെ സച്ചരിതകൾക്ക് അല്ലാഹു അതിമഹത്തായ പ്രതിഫലം ഒരുക്കിവെച്ചിട്ടുണ്ട്. യാ നിസാ അൻ-നബിയ്യ മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ യുദാഅഫ് ലഹൽ അദാബു ളിഅഫൈൻ വകാന ദാലിക അലല്ലാഹി യസീറാ. പ്രവാചക പത്നിമാരെ, നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ നീചവൃത്തിയിലേർപ്പെടുകയാണെങ്കിൽ അവൾക്ക് 2 ഇരട്ടി ശിക്ഷയുണ്ട്. അല്ലാഹുവിന് അത് വളരെ എളുപ്പമാണ്.